Jerry Amaldev. Welcome to Radio Mango. Thank you. How are you? I am good. How are you? I'm fine too. It's so pleasant to see you and talk to you. Thank you. ഏറ്റവും ആദ്യമായിട്ട് ചെയ്ത സിനിമയിലാണ് മിഴിയോരം, മഞ്ഞണിക്കൊമ്പിലും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരു ഫസ്റ്റ് ടൈം ആളാണ് ചെയ്തതെന്നും ആ സമയത്ത് ഏറ്റവും ആദ്യത്തെ സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ വാങ്ങിയെന്നുള്ളതും. ഇറ്റ് ഇസ് നോട്ട് യുവർ ഫസ്റ്റ് ടൈം റിയലി, അല്ല, അതിന് മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണത്. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ദെയർ? 20 കൊല്ലം മ്യൂസിക് ഡയറക്ടർ ആകണമെന്നും പറഞ്ഞ് ഓടി നടന്ന ആളാണ്. 20 കൊല്ലം. അതായത് ഇപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ ചാൻസ് കിട്ടിയത് എൻ്റെ 41ാമത്തെ വയസ്സിലാണ്. മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ 20 വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഈ ബഗ് എന്നെ കടിച്ചു. ഏത് ബഗ്ഗാണ്? മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുള്ള ഒരു ബഗ്. 20 years behind 18. 1960 ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു അച്ഛനാകാൻ പോയ ആളാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്നെ മ്യൂസിക് പഠിപ്പിക്കാൻ അച്ഛന്മാർ എന്നെ മുൻകൈയെടുത്തു. അപ്പോൾ ക്ലാസിക്കൽ, നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു, തബല പഠിച്ചു. പക്ഷേ അപ്പോൾ സിനിമയുമായിട്ട് അടുക്കാനുള്ള സാധ്യതയില്ല, പക്ഷേ കമ്പോസ് ചെയ്യാനുള്ള ത്വരയുണ്ടായിരുന്നു. മ്യൂസിക്കാണ് എൻ്റെ വിളി എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാനത് വിട്ടിട്ട് ബോംബെയിലേക്ക്, അച്ഛന്മാർ തന്നെ എന്നെ വിട്ടു. എന്നിട്ട് എനിക്കവിടെ ഒരു ജോലിയൊക്കെ വാങ്ങിത്തന്നു. ആസ് എ ഗുമസ്തനായിട്ടാണ് ജോലി എടുത്തത്. അതെ. ഞാൻ താമസിച്ചിരുന്നത് ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം. നടന്നു പോയപ്പോൾ ഉണ്ടടാ അവിടെ ഒരു വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നൗഷാദ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ എനിക്ക് സംശയം, ഇതേത് നൗഷാദാണ്? ഞാൻ ഒരുപാട് ഹിന്ദി പാട്ടുകൾ പഠിച്ചിട്ടുള്ള ആ പാട്ടുകളെല്ലാം ഉണ്ടാക്കിയ ആൾ ഇയാളാണോ എന്ന് സംശയിച്ചു. ഞാൻ വിചാരിച്ചൊന്ന് നോക്കിക്കളയാം. അങ്ങനെ ഗേറ്റ് തള്ളി തുറന്നകത്ത് കയറി മണിയടിച്ചപ്പോൾ ഉണ്ടടാ ഒരാൾ മുകളിൽ നിന്ന് എന്നെ താഴേക്ക് വന്ന് അങ്ങനെ സ്റ്റെപ്സ് കോൺ ഹോ എന്ന് ചോദിച്ചു എന്നോട് ഹിന്ദിയിലാണ്. ഞാൻ പറഞ്ഞു, സർ ഐ ആം യുവർ ഫാൻ, ഐ ലവ് യുവർ സോങ്സ്, ആപ് കഹാ സെ ഹൈ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ എം ഫ്രം കേരള. അരെ യാർ കേരള മേ കോൺ സുനതാ ഹൈ, ഹിന്ദി ഗാനെ കോൺ സുനതാ ഹൈ? ആരും കേൾക്കുന്നത് ഹിന്ദി പാട്ട്? ഇല്ല സാർ, ഞങ്ങൾ ചെറുപ്പം മുതൽ ഹിന്ദി പാട്ടാണ്. റിയലി എന്ന് പറഞ്ഞ് എന്നെ വരൂ എന്ന് പറഞ്ഞ അകത്തേക്ക് കൊണ്ടുപോയി. ഒരു ചായയൊക്കെ തന്നിട്ട് വന്നു, ഒന്ന് കേൾക്കട്ടെ ഏതാണ് എൻ്റെ ഹിന്ദി പാട്ടെന്ന് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഒരുപാട് അനുഭവമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് അങ്ങ് പാടാൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളം പോലെ ഓരോന്നങ്ങ് പാടി വിട്ടു. ഈ പാട്ടൊക്കെ ഞാൻ മറന്നുപോയി. നീ എങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നത്? ഓക്കെ നല്ല കാര്യം. എനിവേ ഇതാ എൻ്റെ ഒരു കാർഡ് ഇരിക്കട്ടെ, വല്ലപ്പോഴൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്കൊക്കെ വരുന്നത് നവോദയപ്പച്ചൻ വഴി അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് സ്റ്റോറി? അതിൻ്റെ സ്റ്റോറി, അപ്പം ഞാൻ നൗഷാദ് സാഹിബിനോട് ഇത്രയും നാൾ ജോലി ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഈ വെസ്റ്റേൺ മ്യൂസിക് ശരിക്കും അറിയാതെ സിനിമയിൽ ശരിക്കും മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റില്ല. ബിക്കോസ് ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പൊതുവേ ലിറിക്സിന് ട്യൂൺ കൊടുക്കുക, അല്ലെങ്കിൽ ട്യൂൺ കൊടുത്തിട്ട് ലിറിസിസ്റ്റ് എന്തെങ്കിലും എഴുതും. അതിൻ്റെ അപ്പുറം ഈ ഓർക്കസ്ട്രയെ ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഓർക്കസ്ട്രയെ ഹാൻഡിൽ ചെയ്യുന്നത് ഗോവാക്കാരും മാംഗ്ലൂറിയൻസും അങ്ങനെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനും ഇത് ശരിക്കും പഠിക്കാതെ ഇങ്ങനെ ഹാഫ് ഹാർട്ടഡായിട്ട് പോയിട്ടില്ല. അങ്ങനെ എൻ്റെ ചേട്ടൻ അമേരിക്കയിലുണ്ടായിരുന്നതുകൊണ്ട് ആ ചേട്ടനോട് പറഞ്ഞ് എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് ശരിക്കും ഒഫീഷ്യലായിട്ട് പഠിക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീങ്ങി പോരെന്ന് പറഞ്ഞു. ടിക്കറ്റ് അയച്ചെന്ന് ഞാനങ്ങോട്ട് പോയി. അവിടെ ഞാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി, വെസ്റ്റേൺ മ്യൂസിക്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ മെൻറ്ററായിരുന്ന ഒരു 10-60 വയസ്സുള്ളൊരു കന്യാസ്ത്രീയാണ്. അവർ പറഞ്ഞു, ജെറി, ഇങ്ങനെ അമേരിക്കയിൽ 2500 യൂണിവേഴ്സിറ്റികളുണ്ട്, അതെല്ലാം സ്റ്റേറ്റ് റൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ പോയി പഠിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ യു ബെറ്റർ അപ്ലൈ ടു ഐവി ലീഗ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 10-12 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവർക്കെല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അതിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എല്ലാവരും എനിക്ക് അഡ്മിഷൻ തന്നു. പക്ഷേ കോർണൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തന്നു, കുറച്ച് കാശും തരും. അപ്പം ഞാൻ വിചാരിച്ചത് അത് വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ കോർണൽ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് 250 മൈൽ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഊട്ടി പോലത്തെ ഒരു സ്ഥലമാണ്, മലകളാണ്, അധികം പൊക്കമുള്ളതല്ല. ഇങ്ങനെ അവിടെ ഞാൻ പോയി പഠിച്ചു. ഐ
took a master's degree. എൻ്റെ പ്ലാൻ വാസ് ടു ഡു എ ഡോക്ടേഴ്സ് ഡിഗ്രി. ബട്ട് ഐ ഫൗണ്ട് ഐ വിൽ ബിക്കം എ പടുക്കിളവനാവും ഈ ഡോക്ടറായി വരുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് മാസ്റ്റേഴ്സ് കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. എന്നിട്ട് അവിടെ ക്വീൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. അത് കോളേജല്ല, ഒരു യൂണിവേഴ്സിറ്റിയാണ്. ക്വീൻസ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ഭാഗമാണ്. അവിടെ എനിക്ക് മ്യൂസിക് ഇൻസ്ട്രക്ടറായിട്ട് ജോലി കിട്ടി. മനസ്സിലായി. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് പൈസ ഇല്ലാതെയായിപ്പോയി. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചെയർമാൻ വന്നിട്ട് ഞങ്ങൾ ഈ സ്റ്റാഫ് ഇരിക്കുന്ന ഒരു മുറിയുണ്ട്. അവിടെ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ബോയ്സ് വി ഹാവ് റൺ ഔട്ട് ഓഫ് മണി, therefore don't come to teach from tomorrow onwards. അയ്യോ, ആരും മിണ്ടുന്നില്ല. കൊടിയുമില്ല, വടിയുമില്ല, ജയവിളിയുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞ് സംഭവം തീർന്നു. അപ്പോൾ പിന്നെ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ചിൽഡ്രൻ പിയാനോ. അവരുടെ വീടുകളിൽ ഇപ്പോൾ എനിക്കൊരു ചെറിയ കാറുണ്ടായിരുന്നു, ഫോക്സ് വാഗൻ ബഗ്. അത് ഓടിച്ച് നിന്ന് വീടുകളിൽ പോയി പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അമേരിക്കയിൽ വന്നത് ഈ കൊച്ചുങ്ങൾ പാട്ട് പഠിപ്പിക്കാനല്ലല്ലോ, പിയാനോ പഠിപ്പിക്കാനല്ലല്ലോ. ഐ ഷുഡ് ഗോ ബാക്ക് ആൻഡ് ഡു സംതിങ്. അതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഐ ടോൾഡ് മൈ ബ്രദർ, ഈ സെഡ് ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ വന്നപ്പോൾ ഇബ്ലായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നും പറഞ്ഞ് അവർ സിനിമ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടു. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഫാസിലുണ്ട്, സിബി മലയിലുണ്ട്, ആരൊക്കെയുണ്ട്, മധുമുട്ടം, അങ്ങനെ പറഞ്ഞ കുറേ, പിന്നെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസൊക്കെ ഇരിക്കുന്ന ഒരു മുറിയിൽ. അപ്പോൾ നവോദയ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഈ പിള്ളേരുമായിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈ നോട്ട്, വിൽ ഗിവ് ഇറ്റ് എ ഗോ. അങ്ങനെ നവോദയ അപ്പച്ചൻ ആ മുറി കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവരെല്ലാവരും സ്വീകരിക്കുന്നു, ഞാനിരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ ഫാസിൽ പറഞ്ഞു, ആപ്കി നസറോനെ സംജ, അങ്ങനെ ഒരു പാട്ടുണ്ട്, അതുപോലെ ഒരു പാട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അത് തന്നെ അങ്ങ് മറിച്ചിടാന്ന് പറഞ്ഞു. അപ്പോൾ ആപ്കി നസറോനെ സംജ എന്ന് പറഞ്ഞ് അതങ്ങ് മറിച്ചിടാം. അയ്യോ എന്ത് കളി, പെട്ടെന്ന് ഇത്ര വേഗം. ഞാൻ പറഞ്ഞതൊന്നുമില്ല സാർ, ലിറിക്സ് കിട്ടിയാൽ വി ക്യാൻ ഡു ദിസ് ആൻഡ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കഥയുണ്ട്. ഇവിടെ ഒരു പെണ്ണിങ്ങനെ പുറകിൽ നിന്ന് ഒരു ജീപ്പ് ഓടിച്ച് പോകുന്ന ഒരാളെ പുറകിൽ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നണം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ വിളിയടാ തോമസ് കുട്ടി, അല്ലെങ്കിൽ മത്തായി, അങ്ങനെയാണോ? അല്ല അങ്ങനെയല്ല. അപ്പോൾ ജിജു പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ, അങ്ങനെ ഒരു വിളിക്കാമെന്ന്. ഓ വൈ നോട്ട്, മുക്കുറ്റിപ്പൂവെന്ന് ആയിക്കോട്ടെ. മുക്കുറ്റിപ്പൂവേ എൻ മുക്കുറ്റിപ്പൂവേ. അപ്പോൾ അവിടെ ബിജു തിരുമല അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മുക്കുറ്റിയൊന്നും നമുക്ക് കഥയിലേക്ക് പോവാം. കഥ എന്താണ്? മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുമൊരു സുമംഗലിക്കുരുവി, അവിടെയാണ് കഥ. അപ്പോൾ ദ ഹോൾ തിങ് ഹാപ്പൻഡ് വിതിൻ 2 minutes. അത് ബിച്ചുവാണ് അതിൻ്റെ യഥാർത്ഥ ഹീറോ. ബിക്കോസ് ഇപ്പം ടട്ടയിൽ അമ്മായി ചുട്ടു അപ്പം അമ്മായി ചുട്ടു എന്ന് പറഞ്ഞ വല്ലതും പാടിയിരുന്നെങ്കിലോ, എന്നോ വല്ലൊരു എഴുതി തന്നിരുന്നെങ്കിലോ ഇവിടെ പോയി നിന്നാണ് ഈ പാട്ട്. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ഈ സിനിമ നമ്മളിപ്പോൾ ഇത്ര വലിയ സംഭവമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇനീഷ്യലി കളക്ഷൻസ് ഇല്ലാതെ ആളുകൾ കയറാതിരുന്നിട്ട് റെക്കോർഡ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആളുകളെ വരുത്തേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? ഈ നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജു ആണ് വാശി പിടിച്ചത്. നമ്മൾ ഈ തച്ചോളി അമ്പൂനെയും കൊണ്ട് എത്ര നാൾ നടക്കും, അല്ലെങ്കിൽ ഉദയനനോ, അവരെയൊക്കെ കഥ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. നമുക്കിനി സാധാരണ ആളുകളുടെ കഥ പറഞ്ഞുകൂടെ അപ്പച്ചനെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഈ പ്രേം നസീറിനെയും ഷീലയൊക്കെ കാണാതെ ആളുകൾ സിനിമ ഓട്ടയിലൊന്നും വരില്ല, ഈ വഴിയെ പോകുന്ന പിള്ളേരൊക്കെ പിടിച്ച് ഹീറോയിനാക്കി ആരും വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും മകൻ്റെ ഷാഠ്യത്തിന് വഴങ്ങിയിട്ടാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇദ്ദേഹം സിനിമ എടുത്തപ്പോൾ കഴിഞ്ഞിട്ട് ഈ തിയേറ്ററുകാരോട് പറഞ്ഞു, ഓടിച്ചോ, കാശ് ഞാൻ തന്നേക്കാം. ഒരു 10-20 സ്റ്റുഡിയോയിൽ തിയേറ്ററിൽ ഓടിച്ചു, കാശ് തന്നെ. അതിൻ്റെ ഇടയിൽ കൂടി ഇദ്ദേഹം ഈ സിനിമയുടെ പാട്ടുകളുടെ റെക്കോർഡ് കോളാമ്പിക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു, കേരളം മുഴുവൻ. അവരത് അടിച്ചു വിട്ടു. ഇങ്ങനെ സൈക്കിളിൽ വെച്ചോണ്ട് പോകുന്ന, സൈക്കിളല്ല, പല ഈ മീറ്റിങ്ങിന് വരുമ്പോൾ കോളാമ്പിയുണ്ട് അതിനു മുമ്പ്, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളുടെ അവിടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ, അങ്ങനെ പല സ്ഥലത്തും ഇതിങ്ങനെ നടന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ബോംബെയിൽ നിന്ന് എങ്ങനെയോ തീവണ്ടി കിട്ടാഞ്ഞിട്ടൊരു
ബസ്സിലിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ഉം. അപ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തൊക്കെ ഈ ബസ് എവിടെ നിർത്തും അവിടെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പാട്ട് വരുന്നു. ഉം. ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി ഇവർക്ക്, ഇവർ ഈ പാട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇടുന്നു. അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രാമഫോൺ റെക്കോർഡ് എല്ലാവർക്കും കൊടുത്തിരിക്കുക. ഉം. അങ്ങനെ ആളുകൾ ചോദിച്ചു ഈ പാട്ട് സാധാരണ പാട്ട് പോലെ അല്ല, എന്തെങ്കിലും വ്യത്യാസമുണ്ടല്ലോ, ഇത് ഏതാണ് എന്താണ്, അങ്ങനെ ചോദിച്ച് പിടിച്ച് 35 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആളുകൾ സിനിമ ഹാളിലേക്ക് വരാൻ തുടങ്ങിയത്. അത് ശരിയാണ്. ദിസ് ഈസ് എ ഫാക്ട്. ഓക്കെ.